Hi everyone, once again welcome back to Educator Learning. NEET 2026 അല്ലെങ്കിൽ JEE 2026 ക്രാക്ക് ചെയ്യണം. അതെന്റെ വലിയൊരു സ്വപ്നമാണ്. ഒരു ഡോക്ടർ ആവുക അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുക. ഇതിന് വളരെ പാഷനേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറെ കുട്ടികൾ അടുത്ത വർഷം റിപ്പീറ്റും റീറിപ്പീറ്റും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വിളിച്ച് കുറെ കൺസേൺസ് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി അവർ കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് ഏത് സെന്ററിൽ പഠിക്കണം എന്നാണ്. ആരോട് ഞാൻ ഒരു സെന്ററും റെക്കമെൻഡ് ചെയ്യാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഒരു കാര്യം ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ബുദ്ധിമുട്ടി പ്രോപ്പറായിട്ട് അടുത്ത ഒരു വർഷക്കാലം ബുദ്ധിമുട്ടാൻ ഞാൻ തയ്യാറാണ്, കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പഠിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ പണിക്ക് നിൽക്കാവുള്ളൂ. കാരണം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഇപ്പം പല ചാനലുകളിലും പലരും ഇരുന്ന് പറയുന്ന ഒരു സാധനം കേട്ടു, 2025 നീറ്റ് എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ നീറ്റ് എക്സാം ഡിഫിക്കൽട്ട് ആകുന്നത് കുട്ടികളെ അറിയിച്ചില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിന് തയ്യാറെടുക്കാൻ പറ്റുമായിരുന്നു. ആക്ച്വലി അതൊക്കെ വളരെ അൺനെസസറി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കാരണം എന്തായാലും എൻ്റെ ക്ലാസ്സിൽ ഓഫ്ലൈനിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾക്ക് 100% അറിയാം. ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്, മക്കളെ 2024 നീറ്റ് എക്സാമിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വിവാദവും അങ്ങനത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി, ഇഷ്യൂസ് ഉണ്ടായി. 720 ഒരുപാട് പേര് മാർക്ക് വാങ്ങി. ഉറപ്പിച്ചു വെച്ചോ, നീറ്റ് 2025 ഡിഫിക്കൽട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓഫ്ലൈനിൽ ഇരുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ വിദ്യാർത്ഥികൾ താഴെ കമന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ അവരോട് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടൂ. വൻമതിൽ ചാടാൻ പഠിച്ചാൽ മുള്ളുവേലി ചാടാൻ എളുപ്പമാണ് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. വൻമതിൽ ചാടാൻ പഠിക്കണം, അപ്പൊ മുള്ളുവേലി ചാട്ടം ഈസി ആകും. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിക്കോളൂ, ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു JEE മെയിൻസ് ലെവലിലെങ്കിലും മിനിമം പ്രിപ്പയർ ചെയ്യണമെന്ന് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള വിദ്യാർത്ഥികളോട് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പൊ നമുക്ക് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കൺസേൺ ആണ് ഈ എക്സാമുകളെ പറ്റി, ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവല്, അതുപോലെ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മളെല്ലാവരും മിനിമം ഒരു ബേസിക് കൺസിഡറേഷൻ നമ്മൾ എടുക്കേണ്ട കുറച്ച് തയ്യാറെടുപ്പുകളുണ്ടല്ലോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വരാം. നിങ്ങൾ റിപ്പീറ്റോ റീറിപ്പീറ്റോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണേലും പോയി പഠിച്ചോളൂ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അവിടുത്തെ അധ്യാപകർ അടിപൊളിയായിരിക്കും, അവിടുത്തെ മെറ്റീരിയൽ അടിപൊളിയായിരിക്കും, അവിടുത്തെ എക്സാം പാറ്റേൺ സൂപ്പർ ആയിരിക്കും. എന്തുമായിക്കോട്ടെ 70% എഫർട്ടും നിങ്ങളുടെയാണ്. ബാക്കി ഒരു 30% ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഇൻക്ലൂഡിങ് മീ 70% എഫർട്ടും നിങ്ങളുടെ സൈഡിൽ തന്നെയാണ്. അപ്പൊ ഓരോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എങ്ങനെ ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം, പെട്ടെന്നൊന്ന് നോക്കി വരാം. ഇപ്പം കീം എക്സാം ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ ഈസി ആയിട്ട് ഒരു കാര്യം പറയാം. കീം എക്സാം ഒരു ഈസി എക്സാം ആണ്, ഒരു ഈസി എക്സാമുമാണ്, ഒരു ബിലോ ആവറേജ് ലെവലിലുള്ള എക്സാമാണ്. നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ഈസി എക്സാം ആണ്, എന്നാൽ ഒരു എബോവ് ആവറേജ് ലെവലിലേക്ക് നിൽക്കുന്ന എക്സാം ആണ്. അതേപോലെ JEE എക്സാം എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവൽ എക്സാമാണ്, ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ചിലപ്പോൾ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് അടക്കം ചോദിക്കും, നീറ്റിന്റെ അവിടെ ഈസി എന്ന് എഴുതാൻ സാറിന് കണ്ണീ ചോരയില്ലേ എന്ന് ചോദിക്കാം, മേ ബി ചോദിച്ചേക്കാം. പക്ഷെ മക്കളെ, കോൺസെപ്റ്റ് മനസ്സിലാക്കി ആത്മാർത്ഥമായി ഒരു വർഷക്കാലം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച കുട്ടിക്ക് നീറ്റ് എക്സാം ഈസിയാണ്. 100% ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം. നിങ്ങൾ ഉഴപ്പിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ 365 ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റും? പറ്റത്തില്ല. ഇനി അടുത്തത്, എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആവേണ്ടവരാണോ? അല്ല. ഡോക്ടറും എഞ്ചിനീയറും ആരാണ് ആവേണ്ടത്? ആരാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്? അതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട, ബുദ്ധിമുട്ടി, അതേന്ന് സ്വപ്നം കണ്ട് അതേന്നും പറഞ്ഞ് നടന്നവർ തന്നെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെ നടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റോ റീറിപ്പീറ്റോ ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തു. ഞാൻ ആരെയും വിഷമിപ്പിക്കാനൊന്നും പറയുന്നതല്ല, ഇതാണ് റിയാലിറ്റി. മക്കളെ, നമ്മള് ഒരു എന്താ പറയുന്നത്, ഇപ്പൊ ഒരു 25 മീറ്റർ, എത്ര മീറ്റർ ആ ഒരാൾ ചാടാറുള്ളതെന്ന് എനിക്ക് അറിഞ്ഞോളൂ, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒരു ലോങ് ജമ്പിന് തയ്യാറെടുക്കുകയെന്ന് വിചാരിക്കുക. 25 മീറ്ററിന്റെ ചാട്ടമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 30 മീറ്ററിനുള്ളത് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ നമ്മൾ ചെല്ലണം. അപ്പൊ 25 മീറ്റർ നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് വൈ
നിങ്ങൾ ഇതിൽ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പഠിച്ചോളൂ, ഈ മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിധം നിങ്ങൾ പഠിക്കണം. ആകെ ഡിഫറൻസ് എന്താ? JEE ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, ഫിസിക്സും കെമിസ്ട്രിയും സിലബസ് ഒക്കെ സെയിമാണ്. ആകെ മാത്സ് സബ്ജക്റ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോ എക്സാമിലേക്ക് വരാം. കീം എക്സാമിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം മാത്തമാറ്റിക്സ് 75 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ഫിസിക്സ് 45 ക്വസ്റ്റ്യനും കെമിസ്ട്രി 30 ക്വസ്റ്റ്യനും, അങ്ങനെ ടോട്ടൽ നമുക്ക് 150 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് നമുക്ക് 600 മാർക്കാണ് നമുക്ക് വേണ്ട ടോട്ടൽ മാർക്ക്. ഈ 600-ൽ ഒരു 500+ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്തും. ഈ 500+, 550+ വാങ്ങാം, 600-ന് അടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു എക്സാമാണ് കീം. സത്യമായിട്ടുമാണ്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ആത്മാർത്ഥമായി ചിന്തിക്കാത്തത് കൊണ്ടാണ്. ആത്മാർത്ഥമായി ചിന്തിച്ച് ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരാളാണെങ്കിൽ 500 above ഈസി ആയിട്ട് വാങ്ങാം. ഈ 500 above വാങ്ങാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റിൽ NCERT ഉൾപ്പെടുത്തുക, ഉറപ്പ്. 2, നിങ്ങൾ PYQs ചെയ്യുക. PYQ ചെയ്യുമ്പോൾ നിങ്ങൾ കീമിന്റെ PYQ ചെയ്യണം, JEE മെയിൻസിന്റെ PYQ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് ചെയ്ത് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും പഠിക്കുന്നത്, അവിടുത്തെ എക്സാംസ്, അവിടുത്തെ സ്റ്റഡി മെറ്റീരിയലും ഒക്കെ പ്രോപ്പറായിട്ട് പഠിക്കുക. കീം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് നീറ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കറിയാം ബയോളജിക്ക് 90 ക്വസ്റ്റ്യൻ ഉണ്ട്, ഫിസിക്സിന് 45 ക്വസ്റ്റ്യനും കെമിസ്ട്രിക്ക് 45 ക്വസ്റ്റ്യനുമാണ്. ബയോളജി 90-ൽ 90-ഉം ശരിയാക്കാനുള്ള പ്രാക്ടീസ് ആണ് ഒരു ഡോക്ടർ ആകേണ്ട വിദ്യാർത്ഥി ചെയ്യേണ്ടത്. പിന്നെ എന്തിനാ MBBS പഠിക്കാൻ പോകുന്നത്? MBBS പോലൊരു ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബയോളജിക്ക് 90-ൽ 90-ഉം ഫിസിക്സിന് 45-ൽ 40-ഉം കെമിസ്ട്രിക്ക് 45-ൽ 43-ഉം ശരിയാക്കാനുള്ള തയ്യാറെടുപ്പിൽ വേണം നിങ്ങൾ അവിടേക്ക് ചെല്ലാൻ. അപ്പൊ അത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആവറേജ് ഇതൊരു 85-ഉം ഇത് 40 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് JEE മെയിൻസിന്റെ ലെവലിൽ പ്രിപ്പയർ ചെയ്യണം ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സിനും കെമിസ്ട്രിക്കും ആ ലെവൽ പ്രിപ്പറേഷൻ ചെയ്യുക. ഒബ്വിയസ്ലി ബയോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു എക്സാം ആണ്, നിങ്ങൾക്ക് നീറ്റിന് മാത്രമേ ഉള്ളൂ. നീറ്റ് ലെവലിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കാറ്, അസർഷൻ റീസൺ ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങനെയും വന്നോട്ടെ, ബയോളജി NCERT അരച്ച് കലക്കി കുടിച്ച്, അതായത് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ NCERT പേജ് നമ്പർ വരെ മനസ്സിൽ ഓർമ്മ വരുന്ന കൂട്ടി NCERT പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ വഴിക്ക് പോകാം. ഇനി അത് JEEയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫിസിക്സ് 30 കെമിസ്ട്രി 30, എല്ലാ സബ്ജക്റ്റും 30 തന്നെയാണ്. അങ്ങനെ 90 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. ഇനി ഫിസിക്സ് കെമിസ്ട്രി, എസ്പെഷ്യലി ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്, അപ്പൊ ഫിസിക്സിനെ പറ്റി പറയാം. നീറ്റിന്റെ ഫിസിക്സും JEEയുടെ ഫിസിക്സും തമ്മിൽ വരുന്ന വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് JEE ഫിസിക്സിന് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടുതലായിരിക്കും, JEE ഫിസിക്സിൽ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ കൂടുതലായിരിക്കും. നീറ്റ് ഫിസിക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കുറയുകയും അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കുറയുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഈ വർഷം നീറ്റിന് എന്ത് ചെയ്തു? ന്യൂമറിക്കൽ ടൈപ്പും ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിച്ചു. ആ ചോദിച്ച ചോദ്യങ്ങൾ കാരണമാണ് നമ്മൾ ഇവനെ വളരെ ഡിഫിക്കൽട്ട് എന്ന് പലരും പറഞ്ഞത്. ആക്ച്വലി ഇതൊരു ഡിഫിക്കൽട്ട് എക്സാം അല്ല, ഈസി എക്സാം, പക്ഷെ ഒരു എബവ് ആവറേജ് ലെവലും. ഇതൊരു ഈസി എക്സാം, പക്ഷെ ഒരു ബിലോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന എക്സാമാണ്. അപ്പൊ ഈ എബവ് ആവറേജ് നിൽക്കുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരു JEE മെയിൻസിന്റെ രീതിയിലെങ്കിലും പ്രിപ്പയർ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക, എസ്പെഷ്യലി കേസ് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അപ്പൊ അത് എങ്ങനെ പഠിക്കാം? അതിന് പ്രോപ്പർ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. എന്നിട്ട് NCERTയിലുള്ള കോൺസെപ്റ്റുകൾ ലൈൻ ബൈ ലൈൻ NCERT നിങ്ങൾ പഠിക്കണം. ഇപ്പോഴും NCERT പ്രോപ്പറായിട്ട് വായിക്കാത്ത എത്ര പേര് ഈ നാട്ടിലുണ്ട്? NCERT പഠിക്കണം, NCERTയിലെ ബോക്സുകൾ വായിക്കണം, NCERTയിലെ ഓർഡറുകൾ പഠിച്ചിരിക്കണം, NCERTയിലെ എക്സസൈസ് ചെയ്തിരിക്കണം, NCERTയുടെ സോൾഡ് എക്സാമ്പിൾസ് ചെയ്തിരിക്കണം. പഴയ NCERT ബുക്കിലെ അഡീഷണൽ എക്സസൈസോടെ ചെയ്യുന്നത് നല്ലത്. അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ്, അടുത്ത ഒരു വർഷക്കാലം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ എക്സാം നിങ്ങൾക്കുള്ളതാണ്. ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന മക്കളെ നിങ്ങളോടാണ്, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ ഇത് എൻ്റെ ഓഫീസിലെ നമ്പറാണ് 56578116. ഇത് നമ്മുടെ ഓഫീസ് നമ്പറാണ്. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ട
ഓരോ വ്യക്തി, ഇതൊരു കോമൺ സ്ട്രാറ്റജിയാണ് പറഞ്ഞത്. ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ട ഒരു സ്ട്രാറ്റജി നമുക്ക് സംസാരിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ആദ്യം ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോട് സംസാരിക്കാനോ, നിങ്ങളുടെ ഒരു കൺസേണോ, നിങ്ങളുടെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അല്ലാത്ത വിഷമമൊന്നുമില്ല, പഠിക്കുന്ന കാര്യത്തെ പറ്റി എന്തെങ്കിലും പറയാനോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ ഒരാൾ വേണം, അല്ലെങ്കിൽ അതിലൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഡയറക്റ്റ് വിളിക്കാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഡയറക്റ്റ് വിളിച്ചാൽ ചിലപ്പോൾ ഫോണിൽ ഒരു ദിവസം ഒത്തിരി കോൾസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് വാട്സപ്പ് നമ്പർ കൂടാണ്. ആ വാട്സപ്പിലേക്ക് നിങ്ങളുടെ പേര്, നിങ്ങൾ എന്ത് പഠിച്ചു, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, റിപ്പീറ്റർ ആണോ റിപ്പീറ്റർ ആണോ എന്ന് പറയുന്ന ഒരു വോയിസ് നോട്ട് അങ്ങോട്ട് ഇടുക. ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ആഗ്രഹമുള്ളവർക്ക് അത് വിളിക്കാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് പോകാം. ഇനി വാട്സാപ്പ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID രജീഷ്, ഞാൻ ID കാണാൻ പഠിച്ചു, രജീഷ് _ രാധാകൃഷ്ണ പിള്ളൈ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയപ്പോൾ ഒരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, മര്യാദക്ക് എഴുതി കാണിക്കും മനുഷ്യ. അതുകൊണ്ടാണ് എഴുതി കാണിച്ചത്. ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഇതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ സന്തോഷം. ഫോളോ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഫോളോ ചെയ്താൽ കൂടുതൽ സന്തോഷം. ഫോളോ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. മെസ്സേജ് അയക്കുക, വോയിസ് നോട്ട്, എന്താണ് നിങ്ങളുടെ കൺസേൺ, നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം, കാരണം റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ തീരുമാനങ്ങളാണ്, അത് റോങ് ആയി പോകരുത്. സോ പുതിയ കണ്ടന്റുകളും വീഡിയോസുമായിട്ടൊക്കെ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.